നമുക്ക് ആ കരോട്ട പറമ്പ് വിറ്റാലൂടെ ആലീസേ? എന്നാ പറ്റി? അല്ല, അതെ, നമ്മുടെ മോൻ്റെ ആശയമനുസരിച്ചുള്ള കോഴ്സ് ചെയ്യണമെങ്കിൽ ഇച്ചിരി ചിലവ് കൂടുതൽ വരും. ചികിത്സയിൽ കുഴപ്പമില്ല, അത് പറമ്പാദയത്തിൽ നോക്കണം. ഇതാണെങ്കിൽ നീ ആഴ്ച വരെ വീടിൻ്റെ പണിയും നടക്കും, നമ്മുടെ മോൻ്റെ പഠിത്തവും നടക്കും, എല്ലാ കാര്യങ്ങളും നടക്കും. അയ്യോ, കാട് വെട്ടിത്തെളിച്ച് കപ്പയിട്ട് പറമ്പായിരുന്നു. നമ്മൾ തുന്നിച്ചേർത്ത് ഇത്രയും വരെ എത്തിച്ചില്ലേ? പോയാലും വലുതൊക്കെ ആവും വാങ്ങിച്ചോളി. ബാ, അതങ്ങ് വയ്ക്കാം. +2 എനിക്ക് അഡ്മിഷൻ കിട്ടിയത് കാർമൽ സ്കൂളായിരുന്നു. എനിക്ക് SSLCക്ക് റാങ്ക് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല അഡ്മിഷനാണ് കാർമൽ. എല്ലാവർക്കും എൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. എന്തോ എനിക്കവിടെ പറ്റിയില്ല. ഞാൻ ഈ മലയാളം മീഡിയത്തിൽ നിന്ന് അങ്ങോട്ട് സ്കൂളിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ഭാഷയും ചിട്ടയൊന്നും എനിക്ക് ഒന്നും അങ്ങോട്ട് ശരിയായില്ല. പിന്നെ ഞാനൊരു നാട്ടും പുറത്തുനിന്ന് പോയതിൻ്റെ ഒരു കോംപ്ലക്സും എല്ലാം കൂടി ഞാൻ ഈ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ ആർക്കും എന്നെ മനസ്സിലായില്ല. പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റില്ലല്ലോ. ചാച്ചൻ എന്നെ മനസ്സിലായി. ഞങ്ങൾ TC വാങ്ങാൻ വേണ്ടി ഓഫീസിൽ പോയപ്പോൾ ഓഫീസ് സ്റ്റാഫ് ചാച്ചനെ കളിയാക്കി. ചാച്ചനൊന്നും വേണ്ടിയില്ല. ചാച്ചൻ എന്നെ കൂട്ടിപ്പിടിച്ച് സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുന്നത് എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അമ്മച്ചി എപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു വർഷം വെറുതെ കളയേണ്ട കാര്യമുണ്ടായിരുന്നു എന്ന്. പിന്നീട് ഞാൻ പഠിക്കാൻ ചേർന്ന എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പാരലൽ കോളേജിലായിരുന്നു. അപ്പോഴും എൻ്റെ ചാച്ചൻ പറഞ്ഞു, നിനക്കിഷ്ടമുള്ള പോലെ ചെയ്തോളാൻ. എൻ്റെ ചാച്ചൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം ഞാൻ വിറ്റ് കളയാൻ പാടില്ലായിരുന്നു.